എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഓറോ 3Dയും ഓറോമാറ്റിക്കും ഓറോമാക്സും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നറിയാനാണ്. അപ്പോൾ അതിനുവേണ്ടി സിനിമയിലെ ഹിസ്റ്ററി നമുക്കൊന്ന് ബ്രീഫായിട്ട് പരിശോധിക്കാം. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ സിനിമ തുടങ്ങിയ കാലത്തിൽ ശബ്ദരേഖ ഇല്ലായിരുന്നു, സൈലൻറ്റ് മൂവിയായിരുന്നു. അതിനുശേഷം 1880കളിലാണ് സിനിമയിൽ സൗണ്ട് ട്രാക്ക് ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ സിംഗിൾ സ്പീക്കർ അഥവാ മോണോ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പതുക്കെ 1900കളിൽ അത് സ്റ്റീരിയോ ആയി മാറ്റുകയും 1986-87 കാലഘട്ടങ്ങളിൽ ഡോൾബി സറൗണ്ട് എന്നുള്ള ഫോമാറ്റ് കണ്ടുപിടിക്കുകയും, അതായത് ഈ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിലെ ചില കാര്യങ്ങൾ, ചില ഫ്രീക്വൻസീസ് എടുത്തിട്ട് സറൗണ്ട് ലെഫ്റ്റും സറൗണ്ട് റൈറ്റിലേക്ക് മാറി മാറി പ്ലേ ചെയ്യുന്ന രീതിയായിരുന്നു ഡോൾബി സറൗണ്ട്. അത് 1995 വരികയും അത് വൻ ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ 2000-ൽ അല്ലെങ്കിൽ 2000 മുതൽ 2006 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ വിൽഫ്രഡ് വാൻ ബേലൻ എന്ന് പറഞ്ഞ ഒരു ഓർക്കസ്ട്രക്കാരനും ഒരു സൗണ്ട് ഫീൽഡിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ചെയ്യുന്ന ആൽബമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനും കൂടിയായ വിൽഫ്രഡ് വാൻ ബേലൻ, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഫോമാറ്റാണ്, അതല്ലെങ്കിൽ ഒരു തിയറിയാണ് ഓറോ 3Dയിലേക്ക് വഴി വെച്ചത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങളുടെ ഹ്യൂമൻ ഹിയർ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ മാത്രമാണ്, നേരെ സ്ട്രെയിറ്റ് ലൈനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കേൾക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ നേരെ സൈഡിൽ നിന്ന് വരുന്ന സൗണ്ടും ഒരു പർട്ടിക്കുലർ ആംഗിൾ വരെയുള്ള സൗണ്ട് മാത്രമേ ഇതിൽ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എന്നുള്ള സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈറ്റിൽ നിന്ന് വരുന്ന സൗണ്ട് നമുക്ക് അങ്ങനെ പൊസിഷൻ പിൻ പോയിൻ്റ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു കോൺസെപ്റ്റ്, ഈ ഇയർ ലെവൽ പ്ലെയിന് പുറമെ ഒരു കുറച്ച് ഹൈറ്റിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, ഒരു 30 ഡിഗ്രി ആംഗിൾസ് സ്പീക്കർ വെക്കുകയാണെങ്കിൽ ഈ താഴെയുള്ള സ്പീക്കറും മേലെയുള്ള സ്പീക്കറും തമ്മിലുള്ള കൊഹിയറൻസ്, അതല്ലെങ്കിൽ ആ ഡിഫറൻസ് കട്ട് ഓഫ് ആവാതെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ട് ഇമേജ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ മേലെ തന്നെയാണ് ഒരു തേർഡ് ലെയർ, അല്ലെങ്കിൽ തലേൻ്റെ മേലെ ഒരു ഹൈറ്റ് ലെയറും കൂടി ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു സൗണ്ട് ഫോമാറ്റ്, അതിമനോഹരമായ സൗണ്ട് ഫോമാറ്റാണ് ഓറോ 3D. അപ്പോൾ അതിൻ്റെ ആകെയുള്ള ഒരു ഇത് 30 ഡിഗ്രി ആംഗിളിലാണ്. ഹൈറ്റ് സ്പീക്കേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ലെയർ ഹൈറ്റ് സ്പീക്കേഴ്സ് ആണെങ്കിലും മേലത്തെ ഹൈറ്റ് സ്പീക്കേഴ്സ് ആണെങ്കിലും തമ്മിൽ ഒരു 30 ഡിഗ്രീസിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ആംഗിളും സെക്കൻഡ് ലെയർ മുതൽ തേർഡ് ആംഗിൾ വരെ ഈ ഒരു ആംഗിളും. അപ്പം നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് ലോക്കലൈസേഷൻ, അതായത് ക്ലിയർ ആയിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് ഇന്ന ഭാഗത്താണ് സൗണ്ട് വരുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഓറോ 3Dയുടെ കണ്ടുപിടുത്തക്കാരനായ വിൽഫ്രഡ് വാൻ ബേലൻ ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഇതേ സമയത്ത് ഡോൾബി ഈ ഒരു സ്പീക്കർ ലേഔട്ട് കോപ്പി അടിച്ചിട്ട് അവരുടേതായ ഒരു ഹൈറ്റ് ലെയർ ഉപയോഗിക്കുന്ന ഫോമാറ്റാണ് ഡോൾബി അറ്റ്മോസ്. അപ്പോൾ അതിലാകെ ഒരു മാറ്റം വരുത്തിയത് ഈ 30 ഡിഗ്രി ആംഗിൾ എന്നുള്ളത് മാറ്റിയിട്ട് 45 ഡിഗ്രീസ്, അത് ഹൈറ്റ് ലെയർ അതല്ലെങ്കിൽ ഇൻസിലിംഗിൽ വരുന്ന രീതിയിൽ 45 ഡിഗ്രി ആംഗിൾ വെച്ചു. അതെന്താവട്ടെ. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു 3 ലെയർ സ്പീക്കർ ലേഔട്ട് കൊണ്ട് കിട്ടുന്ന ഇമേഴ്സീവ്നെസ് വേറൊരു ഫോമാറ്റും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതായിരുന്നു ഓറോ 3D. ഓറോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോം തിയേറ്റേഴ്സിൽ അപ്പ് മിക്സിംഗ് എന്നുള്ള ഒരു ടൂൾ മാത്രമാണ് ഓറോമാറ്റിക്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 57 പാരാമീറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ആൽഗോരിതം മിസ്റ്റർ വിൽഫ്രഡ് വാൻ ബേലൻ കണ്ടുപിടിക്കുകയും അതിൽ ഓരോ രീതിയിലും അതെങ്ങനെയൊക്കെ വരുന്ന സിഗ്നൽസിനെ ഏതൊക്കെ രീതിയിൽ അത് ഫിൽട്ടർ ചെയ്തിട്ടാണോ ഡീകോഡ് ചെയ്തിട്ടാണോ അതല്ലെങ്കിൽ അതിൻ്റെ ആൽഗോരിതം അനുസരിച്ച് അത് അപ്മിക്സ് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്ന രീതിയിലാണ് ഈ നമ്മുടെ ഹോം തിയേറ്റർ ആമ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡീകോഡർ അല്ലെങ്കിൽ ഒരു അപ്പ് മിക്സറാണ് ഓറോമാറ്റിക്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഞാനത് എടുത്ത് കാണിച്ചു തരാം. അതായത് ഓറോമാറ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പ് മിക്സർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡെനോൻ്റെ വേറെ പോയിട്ട് അതിൻ്റെ നിങ്ങളുടെ റൂം സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പ് മിക്സിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് അതിൻ്റെ സൗണ്ട് ഫീൽഡ് മാറി മാറി വരും. ഓക്കെ, അപ്പോൾ ഇതാണ്
എന്താ പറയുക ഓറോ 3Dയും ഓറോ മാറ്റിക്കും. ഇനി ഓറോ മാക്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓറോ മാക്സ് എന്നുള്ളത് വേറെ ഒന്നുമല്ല, ഏതൊരു സൗണ്ട് ഫോമാറ്റ് പോലെയാണെങ്കിൽ അതിന് ഒരു പരിമിതി അതല്ലെങ്കിൽ ഇത്ര ചാനൽസ് വരെ പോവുകയുള്ളൂ എന്നൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓറോ 3Dക്ക് ആണെങ്കിൽ അത് 11.1 അതല്ല 13.1 ആയിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻസ്. തിയേറ്ററിൽ ഉപയോഗത്തിന് ഈ ഓറോ മാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 13.1 എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഓറോ മാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓറോമാക്സ് മറ്റൊരു പ്രത്യേകത ബാർക്കോ എന്ന കമ്പനിയായിട്ടാണ് ടൈപ്പ്. അപ്പോൾ ഇവർ വേൾഡ് വൈഡ് ആയിട്ട് ബാർക്കോ പ്രൊജക്ഷൻ സിസ്റ്റം ഓറോ 3Dയുടെ സൗണ്ട് സിസ്റ്റം വെച്ചിട്ടാണ് പിന്നെ പല തിയേറ്റേഴ്സും ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓറോ 3D സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എവിടെയെങ്കിലും കൊണ്ട് സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 5.1 നിങ്ങളുടെ കമേഴ്ഷ്യൽ തിയേറ്ററിലുള്ള 5.1 സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. 5.1 എന്ന് പറഞ്ഞാൽ 6 ചാനൽ മാത്രമാണ്. അപ്പം ഒരു വലിയൊരു ഹാളിൽ ആ 6 ചാനൽ കൊണ്ട് 6 സ്പീക്കേഴ്സ് വെച്ചിട്ട് ഒരിക്കലും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ചാനലിനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ആംപ്ലിഫയർ ത്രൂ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സിലേക്ക് കുറച്ച് ടൈം ഡിലേ കൊടുത്തിട്ടാണ് ആ 5 ചാനലും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എങ്ങനെയാണോ 5 ചാനലിൻ്റെ ലേഔട്ട് ഉള്ളത് അതിൻ്റെ മേലെ തന്നെ ഒരു ഹൈറ്റ് ലെയർ സെയിം ആ ബെഡ് ലെയറുള്ള സ്പീക്കേഴ്സ് എങ്ങനെയൊക്കെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ തന്നെ ഒരു 30 ഡിഗ്രി ആംഗിളിൽ സെക്കൻഡ് ലെയറും, പിന്നെ മേലെ അതായത് ഓവർ ഹെഡ് സ്പീക്കേഴ്സായിട്ടൊരു തേർഡ് ലെയറും, സ്ക്രീനിൻ്റെ ബാക്കിലും ഇതുപോലെ തന്നെ 5.1 ബേസ് ലെയറും ഹൈറ്റ് ലെയറും ഓവർ ഹെഡ് ലെയറായിട്ട് സ്പീക്കേഴ്സും സ്ക്രീനിൻ്റെ ബാക്കിലും ഉണ്ടാവും. ആ ഒരു സംഭവമാണ് ഓറോ 3Dനെ മറ്റുള്ള ഫോമാറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി അതിന് പുറമെ ഓറോ 3Dയുടെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയ പടമായിരുന്നു റെഡ് ടെയിൽസ്. 2010-12 ഇറങ്ങിയത്. അത് വൻ വിജയമായിരുന്നു. ആ വിജയത്തിന് ശേഷം പല സ്റ്റുഡിയോ കമ്പനീസും ഓറോ 3Dയുടെ 11.1 ഫോമാറ്റ് പിന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനായിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് വേൾഡ് വൈഡ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 100+ സ്റ്റുഡിയോസ് ഉണ്ട്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചാണെങ്കിൽ വിശ്വരൂപം 1, വിശ്വരൂപം 2 ഇതൊക്കെ ഓറോ 3Dയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓറോ മാക്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു 13 ചാനലാണ് ഇതിൻ്റെ മാക്സിമം ആയിട്ടുള്ള ചാനൽ കൗണ്ട്. അപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് തിയേറ്ററിൻ്റെ മൊത്തം ഏരിയയെ പല സോണുകളായിട്ട് തിരിക്കുക ചെയ്യുന്നത്. ഇപ്പം 1000 സീറ്റുള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ 50 സീറ്റ് ആദ്യത്തെ ഫസ്റ്റ് ഏറ്റവും സ്ക്രീനിന് മുമ്പുള്ള 50 സീറ്റും ഇപ്പുറത്തെ 50 സീറ്റും അങ്ങനെ ഒരു 8-10 സോണായിട്ട് തിരിച്ചിട്ട് ആ സോണിൽ എവിടെയൊക്കെ സ്വീറ്റ് സ്പോട്ട് ഉണ്ടോ, സ്വീറ്റ് സ്പോട്ട് 3D ഫോമായിട്ട് ഡോൾബി അറ്റ്മോസ്, DTS:X, ഓറോ 3D ഇത് മൂന്നിനും സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം 7.1 വരെയുള്ള ഫോമാറ്റ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഹ്യൂമൻ ഇയർ എങ്ങനെയാണ് സൗണ്ടിനെ എന്താ പറയുക ഇൻടേക്ക് ചെയ്യുന്നത്, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സ്പെഷ്യൽ ഓഡിയോ എന്ന സൗണ്ടിലാണ് ഫയലിലാണ് അത് ചെയ്തിരുന്നത്. ഓക്കെ, ഹെഡ് റിലേറ്റഡ് ഫയൽ ട്രാൻസ്ഫർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സൗണ്ട് പല സ്ഥലങ്ങളിൽ തട്ടിയിട്ടാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങളുടെ ചെവിയിൽ എത്തുന്ന സൗണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഓക്കെ ഇന്ന സൗണ്ട് ഇത്ര ഡിലേ കഴിഞ്ഞിട്ട് വന്നു, അതിൻ്റെ ഫ്രീക്വൻസി ഇത്രയാണ്. അപ്പം നിങ്ങളുടെ ബ്രെയിൻ പറയും ഓക്കെ അത് സറൗണ്ട് ലെഫ്റ്റ്. മറ്റടുത്ത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര ഡിലേ കഴിഞ്ഞ് വരുന്നു, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയുന്നു ഓക്കെ അത് റൈറ്റ് ചാനൽ. ഇങ്ങനെയാണ് ബ്രെയിൻ അതിനെ മാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്വീറ്റ് സ്പോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ക്രിട്ടിക്കൽ ലിസണിങ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെൻട്രൽ ഏരിയ. നിങ്ങൾ ആ തിയേറ്ററിനുള്ളിലുള്ള സെൻട്രൽ പൊസിഷൻ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് സൗണ്ട് കിട്ടുക. അപ്പോൾ അത് ഡോൾബി അറ്റ്മോസും DTS:X ആണെങ്കിൽ ഏകദേശം തിയേറ്ററിൻ്റെ സെൻട്രൽ സീറ്റിലായിരിക്കും അത് കറക്റ്റായിട്ടുണ്ടാവും. ബാക്കിയുള്ള സൈഡ് സീറ്റിൽ സൗണ്ട് കേൾക്കില്ല എന്നല്ല, സൗണ്ട് കേൾക്കും, പക്ഷേ കേൾക്കുന്ന രീതി വ്യത്യാസമുണ്ടാവും, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ടാവും. ഓറോ 3D ഓറോ മാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സംഭവം, അതായത് സെൻട്രലിലുള്ള ആൾ മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ന്യൂനത അല്ലെങ്കിൽ കുറവ് നികത്തുന്നു. എങ്ങനെ ഈ തിയേറ്ററിലെ സീറ്റുകളെ പല സോണുകളായിട്ട് തിരിച്ച് ആ ഓരോ സോണിലേക്കും ഇന്ന സ്ഥലത്ത് സ്വീറ്റ് സ്പോട്ട് അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് സൗണ്ട് വരുന്ന രീതിയിലും പിന്നെ ഓബ്ജക്ട്സിൻ്റെ പാനിങ്ങും മൂവ്മെൻറ്റും ഒക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ആ സ്വീറ്റ് സ്പോട്ടിൻ്റെ ഏരിയ ഒന്നും കൂടി വർദ്ധിപ്പിക്കുന്നു. അതായത് ഒരുവിധം എല്ലാ സീറ്റിലും ഒരേ രീതിയിലുള്ള സൗണ്ട് എഫക്ട്സ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഓറോ മാക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ഇപ്പം ഏറ്റവും നൂതനമായ 64 ചാനൽ ഡോൾബി അറ്റ്മോസ്, അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അതിനെക്കാട്ടിയും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 2015 SMPT, അതായത് സൗണ്ട് മോഷൻ പിക്ചർ ആൻഡ് ടെലിവിഷൻ എൻ്റർപ്രൈസസ് എന്നുള്ളൊരു സംഘടനയുണ്ട്. സൊസൈറ്റി ഫോർ മോഷൻ പിക്ചേഴ്സ് ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. അവർ ഒരു പിന്നെ ധാരണയിലെത്തി. അതായത് പല ഫോമാറ്റ്സും ഉണ്ട്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് ഉണ്ട്, DTS:X ഉണ്ട്, IMAX എൻഹാൻസ്ഡ് ഉണ്ട്, ഓറോ 3D ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പല തിയേറ്ററിൽ പോയി പ്ലേ ചെയ്യുമ്പം ഇപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ പ്ലേ ബാക്ക് ഡോൾബി അറ്റ്മോസിലെ തിയേറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു. കാരണം എല്ലാ തിയേറ്ററും ഡോൾബി അറ്റ്മോസ് ഇല്ല. 5.1 തിയേറ്റർ ഉണ്ട്, 7.1 തിയേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ടുള്ള ഒരു കോഡാക്ക് ആണ് റെക്കോർഡിങ്ങിൽ ചെയ്യുന്നത്. പല എന്താ പറയുക രീതിയിലുള്ള റെക്കോർഡിങ്സും ഒറ്റ സോഴ്സിൽ തന്നെ ഉണ്ട്. അതിനെ ഒരു ഫയൽ, സിംഗിൾ ഫയൽ, മൾട്ടിപ്പിൾ ഫയൽസ് അല്ല, ഒരു ഫയലിനുള്ളിൽ തന്നെ പല ഫയൽസും സ്റ്റോർ ചെയ്തിട്ട് അതിനെയാണ് തിയേറ്ററിൽ കൊണ്ടുപോയി വെക്കുന്നത്. പിന്നെ തിയേറ്ററിലുള്ള ഡീകോഡറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പോൾ തിയേറ്ററിൽ 5.1 ഉള്ളൂ ഉണ്ടെങ്കിൽ അത് 5.1 പ്ലേ ആവും. ഓക്കെ, ഈ 7.1 ആണെങ്കിൽ 7.1 അറ്റ്മോസ് ആണെങ്കിൽ അറ്റ്മോസ് പ്ലേ ആവും, DTS:X ആണെങ്കിൽ DTS:X പ്ലേ ആവും, അതല്ല ഓറോ 3D ആണെങ്കിൽ ഓറോ 3D പ്ലേ ആവും. ഈ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 3D ഫോമാറ്റ്സ് ഡോൾബി അറ്റ്മോസ്, DTS:X, IMAX എൻഹാൻസ്ഡ് ഓറോ ഇതൊന്നും ഇല്ല. സാധാരണ 5.1 ആണെങ്കിൽ പോലും ഈ പറഞ്ഞ റെക്കോർഡിംഗ് ഡോൾബി അറ്റ്മോസിലുള്ള റെക്കോർഡിംഗ് ആ 5.1 പ്ലേ ബാക്ക് ചെയ്യുന്ന രീതിയിൽ റെക്കോർഡിംഗ് ആക്കി മാറ്റി എല്ലാ മൂവീസും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ എന്താ പറയുക മെറ്റഡാറ്റ അതല്ലെങ്കിൽ ആ അതിലുള്ള ഹൈറ്റ് ചാനൽസിലേക്കുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ബെഡ് ലേസിൽ ഒന്നും പ്ലേ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഓറോ മാക്സിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യയിൽ ഇതെപ്പോൾ വരുമെന്നാണ് എന്നോട് പ്രിയ പ്രേക്ഷകൻ ചോദിക്കുന്നത്. എൻ്റെ അറിവിൽ ഇതിപ്പം പുള്ളിക്കാരൻ തന്നെ എനിക്ക് ഇട്ടൊരു പോസ്റ്റിൽ നേപ്പാളിലൊരു തിയേറ്ററിൽ ഇത് വന്നിട്ടുണ്ട്. അതിമനോഹരമായ, ഞാനത് ഗൂഗിളപ്പ് ചെയ്ത് നോക്കിയിരുന്നു, വളരെ മനോഹരമായ സൗണ്ട് എഫക്ട്സ് വരും, വരാതിരിക്കില്ല. കാരണം കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഓറോ 3D തിയേറ്റേഴ്സ് ഉണ്ട്. കോഴിക്കോടിലതില്ല. ഞാനിതുവരെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇനി കൂടുതൽ തിയേറ്റേഴ്സ് എന്തായാലും വരും. അപ്പോൾ ഇത്രയുമാണ് ഓറോ 3D, ഓറോമാറ്റിക് അഥവാ ഓറോ മാക്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. വ്യൂവേഴ്സിന് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോകൾ ഇഷ്ടപ്പെട്ട തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ഇതുവരെ ജോർജ് സൈനിങ് ഓഫ്. ബൈ.